ദിലീപിന്റെ സിനിമയിൽ പോയി അഭിനയിച്ച ലാലേട്ടനെ എനിക്ക് ഒരു താല്പര്യമില്ല. അയാളൊക്കെ എന്തോന്ന് മഹാനാണ്. അയാൾക്കൊക്കെ എന്തെങ്കിലും നിലപാടുണ്ടോ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട്? നീയൊക്കെ എവിടുന്ന് വരുന്നതാ മോനെ? നിനക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? അയാൾ അഭിനയിക്കുന്ന കൂട്ട് ചെറുതായിട്ടെങ്കിലും ഒരു സെക്കൻഡിൽ നിന്നെ കൊണ്ടൊക്കെ അഭിനയിക്കാൻ പറ്റുമോ? നീയൊക്കെ എന്തോ ഈ കിടന്ന് കുണക്കുന്നേ? അതെ, അവനൊക്കെ വെറും മൈരാറല്ലേ, അവനൊക്കെ ഗ്ലോറിഫൈ ചെയ്തോട്ടെ, നമുക്കെന്താ? നീ എന്നാടാ ആണായത്? നിനക്കൊക്കെ ഒന്നുമില്ലെങ്കിൽ നീയൊക്കെ എന്തിനാ കുണയ്ക്കാൻ വരുന്നേ? മിണ്ടാതെ വായോടച്ചിരുന്നാ പോരായോ? നിന്റെ കൂട്ടുള്ളതിന്റെയൊക്കെ നിലവാരം ഈ സംസാരത്തിൽ കൂടെ തന്നെ മനസ്സിലാവുന്നുണ്ട്. ദിലീപ് ഭാഗമായി സിനിമ കാണില്ല, കാരണം ദിലീപ് റേപ്പിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ്. ദിലീപ് നിന്റെയൊക്കെ കൂട്ട് കുറെ എണ്ണം ഉണ്ടല്ലോടാ. ഇതിനൊക്കെ എന്തോ ചെയ്യാനാന്ന് ആലോചിക്കുക. എവിടുന്ന് വരുന്നടാ നീയൊക്കെ? ഒരു സിനിമ കാണണോ വേണ്ട എന്നുള്ളത് നിന്റെ ഇഷ്ടമാണ്. പക്ഷെ ഈ കൊട്ടേഷൻ കൊടുത്തെന്ന് പറഞ്ഞ നിന്റെ തെളിവുണ്ടോ? നീ കണ്ടോ? അതിജീവിതയെ അത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളാണ്. ബാക്കിയുള്ള ആൾക്കാർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ആളാണ്. നിനക്കൊന്നും അറിയില്ല, കാരണം നീ കുട്ടിയാണ്. ഒരു കോടതി ചുമ്മാ ഒരാളെ ശിക്ഷിക്കത്തില്ല, തെളിവുണ്ടെങ്കിൽ മാത്രമേ ശിക്ഷിക്കത്തുള്ളൂ. നിന്റെ തെളിവുണ്ടോ? നീ വന്നിട്ട് അങ്ങനെ കടന്നു പോണ ഉണ്ടെങ്കിൽ കടന്നു പോണക്ക്. ചുമ്മാ അവരെ തന്തയില്ലാത്തവരെ ന്യൂസ് ചാനൽ വന്ന് പറയുന്നത് കേട്ട് വന്ന് പറയില്ലേ? 9 വർഷം നടിയുടെ ജീവിതവും പോയിട്ടുണ്ടെങ്കിൽ 9 വർഷം ആ നടന്റെ ജീവിതവും പോയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താ നീ ഒന്നും പറയാത്തേ? കോടതി കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഇപ്പോഴാണ് തെളിയിച്ചത്. വർഷങ്ങളായിട്ട് അയാൾ അനുഭവിച്ചതിന് അത്രയും ഒന്നും അനുഭവിച്ചിട്ടില്ല. നടി അനുഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. നീ പിന്നെ എന്തോ കണ്ടിട്ട് നീ പറയുന്നത്? നിന്റെ പറച്ചിലായിട്ട് നീ കണ്ടത് കൂട്ടാ കൊട്ടേഷൻ കൊടുക്കുന്നത്. സിനിമാ മേഖലയിലെ മൊത്തം പിടിച്ചു നിർത്തുന്ന ലോബിയാണ്. അതുകൊണ്ട് ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കും. ദിലീപ് വെല്ലുവിളികളാവാം, പക്ഷേ അത് നിന്നേക്കാൾ 4-5 ഓണം കൂടുതലുണ്ടവനോടാവരുത്. നിന്റെ പറച്ചിലായിട്ട് ആരും ഇവിടെ സിനിമ നിർത്താനൊന്നും പോകുന്നൊന്നുമില്ല. നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ നല്ല സിനിമയാണെന്ന് പറയും, കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ കൊള്ളത്തില്ല എന്ന് പറയും. അത് ദിലീപിന്റെ ആണെങ്കിലും മോഹൻലാലിന്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും അങ്ങനെ വേർതിരിവൊന്നുമില്ല. സിനിമ കൊള്ളാമെന്നുണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾ ഏറ്റെടുക്കത്തുള്ളൂ. സിനിമ കൊള്ളത്തില്ലെങ്കിൽ ആരും ഏറ്റെടുക്കത്തില്ല. ദിലീപിന് ഇതുകൂടിന്റെ കേസ് വന്ന സമയത്ത് തന്നെ രാമലീല വന്നു. പക്ഷെ രാമലീല പക്ഷേ ക്ലിക്കായി. എന്തുകൊണ്ടാണ്? സിനിമ കൊള്ളാവുന്നതുകൊണ്ട്, അല്ലാതെ ദിലീപിന്റെ ആയതുകൊണ്ട് മാത്രമല്ല. അഭിനയം കൊള്ളാവുന്നുണ്ടെങ്കിൽ, സിനിമയുടെ കഥ കൊള്ളാവുന്നുണ്ടെങ്കിൽ സിനിമ എന്നും ജനങ്ങൾ ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. സിനിമയിൽ മാറ്റി നിർത്തിയ ആ നാളുകൾ മലയാള സിനിമയുടെ നല്ല നാളുകളാണ്. പൊന്നാര ജോണിക്കുട്ടിയെ മോനെ, ഇജ്ജി പറഞ്ഞ മാതിരി ഒരു നാട്ടുരാജാവല്ല, ഒരൊന്നൊന്നര നാട്ടുരാജാവാ. നീ പണ്ടത്തെ ദിലീപിന്റെ സിനിമ കണ്ടിട്ടുണ്ടോന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നീ പണ്ടത്തെ സിനിമകളെല്ലാം ഇരുന്ന് കണ്ടു നോ. എന്നിട്ട് ദിലീപ് എങ്ങനെയായിരുന്നു എന്നുള്ളത് നീ മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ കിടന്ന് പറയാൻ. സിനിമ ലോകോത്തരത്തിൽ എത്തിയ നാളുകളാണ്. ദിലീപിനെ സിനിമയിൽ മാറ്റി നിർത്തിയാൽ മാത്രമേ ഇനിയും അങ്ങനെ ലോകോത്തരമായിട്ട് മലയാള സിനിമയ്ക്ക് മുന്നേറ്റം ഉണ്ടാവുള്ളൂ. നിന്റെ ഈ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി നിന്റെ തലച്ചോറല്ല ചെളിമണ്ണായി കയറ്റി വെച്ചേക്കുന്നതെന്നുള്ളത്. വരട്ടടവേ